അത് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ മതരാഷ്ട്രവാദികളുമായിട്ട് ചേർന്ന കോൺഗ്രസിൻ്റെ UDFൻ്റെ അവരുടെ രാഷ്ട്രീയ നിലപാട് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയും കുഴപ്പവും അവരിലുണ്ടാക്കും. ഒരു സംശയവും എനിക്കില്ല. ഞാനത് ആദ്യം പറഞ്ഞത് പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. ആ പ്രത്യാഘാതത്തിൻ്റെ ഏറ്റവും വലിയ ആഴം മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ആരെയും കൂടെ അത് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതായത് കോലീബി സഖ്യമാണ് മുമ്പുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ അതിനെ വേറെ രീതിയിലാണ് പറഞ്ഞത്. കോലീബി സഖ്യത്തിൻ്റെ ഒപ്പം ജമാഅത്തെ ഇസ്ലാമി കൂടി ചേർത്ത സഖ്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് വി ഡി സതീശൻ എത്ര ആവർത്തിച്ച് പറഞ്ഞാലും അത് മതരാഷ്ട്രവാദമാണ് അവർ ഉന്നയിക്കുന്നത് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്, കാരക്കുന്നും. എന്നിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങളല്ലേ, മനസ്സിലാക്കാൻ കഴിവുള്ളവരല്ലേ, അവർ ആ കഴിവ് ഉപയോഗിച്ച് അവർ കാണും, മനസ്സിലാക്കും. ആയിരിക്കും CPM ഞാനത് പല പ്രാവശ്യം പറഞ്ഞു. ഇപ്പോഴും ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് കളവും പറയാൻ യാതൊരു മടിയും ഉളുപ്പുമില്ലാത്ത സൈസുകളോട് എന്ത് പറയാനാ? ഞങ്ങൾ ഇന്നേ വരെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒരൈക്യവും ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി കുറേ കാലമെടുത്തൊരു നിലപാട് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടാണ് പിന്തുണ പ്രഖ്യാപിക്കുക എന്നാണ്. അങ്ങനെ UDFൻ്റെയും ലീഗിൻ്റെയും CPMൻ്റെയും ഒക്കെ ആളുകൾ ഞങ്ങൾ പിന്തുണക്കുമെന്ന് പറഞ്ഞിട്ട് ഏകപക്ഷീയമായ നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിൻ്റെ അപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് അല്ലെങ്കിൽ CPMുമായിട്ട് ബന്ധപ്പെട്ട ഐക്യപ്പെട്ട ഒരു സംഭവവും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കേരളത്തിലില്ല.